അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താപ്പാ പമ്പാ നദിയൊക്കെ കാണിക്കുന്നത്, ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കുറേ നാളായിട്ടാണ് വീഡിയോ ഇടാത്ത, ഒരാഴ്ചയിലധികം ആയി തോന്നുന്നു. കാരണം എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാഴ്ചയിലധികം തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ ആയിട്ട് ശബ്ദം പുറത്തോട്ട് വരുന്നേ ഇല്ല. എന്ത് പറയട്ടെ, ശരിക്കും ഒരു കാറ്റ് മാത്രമേ ഉള്ളൂ പുറത്തേക്ക്, അല്ലെങ്കിൽ വലിയ സൗണ്ട്, ഇല്ലെങ്കിൽ ജോറിൽ ഞാൻ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ ഇത് പുറത്തോട്ട് കേൾക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം അറിയാലോ, കിങ്ങിണിയും മാഷേട്ടനും മാലയിട്ടുണ്ടായിരുന്നു. അവർ ജനുവരി 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 12 മണിയെല്ലാം ആകുമ്പോഴാണ് ശബരിമലയ്ക്ക് അടുത്തുള്ള ഭജന മടന്ന് കെട്ട് നിറച്ച് പോയിട്ടുണ്ടായത്. അങ്ങനെ അവർ പോയിട്ട് വ്യാഴാഴ്ച, ഞായർ പോയിട്ട് വ്യാഴാഴ്ച പുലർച്ചെ 2:30 തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ നല്ല സമാധാനത്തിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് തിരക്ക് പിടിച്ചിട്ടൊന്നും പോയിട്ടുണ്ടായതല്ല. അപ്പോൾ അവരെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പമ്പയിൽ നിന്നുള്ള വീഡിയോ ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവർ കുറേ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടാണ് തിരിച്ചു വന്നത്. വൈക്കം, തൃപ്രയാർ, ചോറ്റാനിക്കര, കാടാമ്പുഴ, അങ്ങനെ. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഈ ഭാഗക്കാരൊക്കെ മലക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചടങ്ങുണ്ട്. ഈ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലും ബന്ധു വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മലക്ക് പോയിട്ട് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പ്രധാനപ്പെട്ട ജോലിയായിരുന്നു കേട്ടോ ഈ പ്രസാദം പാക്ക് ചെയ്യുക എന്നുള്ളത്. അതിന് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. പെട്ടെന്ന് കാണുമ്പോൾ തോന്നിയോ ഇതൊക്കെ ഒന്ന് അതിൽ പറക്കിയിട്ടാൽ മാത്രം പോരെ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് കോഴിക്കോട് നിന്നാണ് ഇവർ സ്ഥിരം ഹലുവ വാങ്ങൂട്ടോ. നമ്മുടെ പ്രസാദത്തിനകത്ത് എപ്പോഴും കോഴിക്കോടൻ ഹലുവ നിർബന്ധമായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പം കോഴിക്കോട് നിന്ന് ഹലുവയും ചിപ്സും പിന്നെ കുറച്ച് അവല് മലർപ്പൊരി അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ നമ്മളെ കുറച്ച് ബേക്കറി ഐറ്റംസ് അതൊക്കെ കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് വരലാണ് കേട്ടോ. പൊതുവേ എപ്പോഴും എല്ലാ വർഷവും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അരവണ, അപ്പം, നെയ്യൊക്കെ പിന്നെ ശബരിമലയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണല്ലോ. പിന്നെ അതിൽ നെയ്യ് മാത്രമാണ് ശരിയായ ഒരു പ്രസാദം ഒക്കെ പറയാമെന്നുണ്ടെങ്കിൽ, ബാക്കിയൊക്കെ നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ എല്ലാ സാധനം. അങ്ങനെ ഒരു ദിവസത്തെ പാക്കിങ്ങിനുള്ളിൽ നമ്മൾ ആ ദിവസം വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ പ്രസാദം കൊണ്ടുകൊടുത്ത ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ പോകാൻ തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ പോയിട്ട് വൈകുന്നേരം രാത്രിയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ആദ്യം കുറേ ബന്ധുക്കളെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ചോറാട്ടോ നമുക്ക് കഴിച്ചത്. ചോറും പിന്നെ അച്ചാറും, അവിടുന്ന് ചോറ് കഴിച്ചു പറഞ്ഞത്, അതുകൊണ്ട് മീൻകറിയും കൂട്ടുകറിയും പിന്നെന്താ അതൊക്കെ കൂട്ടി നമ്മൾ അവിടുന്ന് ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറേ കുറേ പുഴയും കടലും പിന്നെ റെയിൽവേ ട്രാക്കും ഇതൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തെ കൂടി പോയി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുഴുവനായിട്ടില്ല വ്ളോഗ് ട്രാവൽ ചെയ്യുന്നത് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാകുമോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രസാദം പാക്ക് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞത്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ശബരിമലക്ക് പോയിട്ട് വരാൻ ഇത്ര കഷ്ടപ്പാടില്ലാന്ന് തോന്നുന്നു. സത്യമാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാത്രമല്ല ഇത് നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് പ്രസാദമെല്ലാം കൊണ്ടു കൊടുക്കാറ് പൊതുവേ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പേപ്പർ മേടിച്ചു. വീട്ടിൽ ന്യൂസ് പേപ്പറൊന്നും എത്തിക്കുന്നില്ല. അപ്പോഴത്തേക്ക് അത് തികയുന്നില്ല. പിന്നെ മാഷേട്ടൻ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു കൊട്ടാന്ന് പ്ലാസ്റ്റിക് കവറിന് നമ്മൾ കൊട്ടാന്ന് പറയും. അപ്പോൾ കൊട്ട മേടിച്ചിട്ട് അങ്ങനെ അതിൽ പാക്കാക്കിയിട്ടാകുമ്പോൾ എളുപ്പത്തിൽ പണിയായില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല മലഞ്ചെരുവും അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പൈനാപ്പിൾ കൃഷിയും പിന്നെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടി. നമ്മളെ നാട്ടിൽ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത് നമ്മളെ ജില്ലക്കകത്തിലെ ബന്ധുക്കളുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മൊത്തം ഇതുപോലുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെ ബിൽഡിങ് അങ്ങനത്തെയൊക്കെ ടൗൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ബാക്കി എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്, കാട് പിടിച്ച പോലത്തെ സ്ഥലമാണ് നമ്മളത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ബന്ധുക്കളെ വീട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പാട്ടെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് ആട്ടാ പോകുന്നത്. കുഞ്ഞാറ്റയാണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടുണ്ട്. നമ്മളെ ഇതിലത്തെ ഏത് സിനിമയാണ്, ആ സിനിമയിലത്തെ ഒരു പാട്ടല്ലേ, കടമിഴിയിൽ കമലദളം കവിണയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ. പാട്ടൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വന്നെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത്. ഞാനാണെങ്കിൽ ആദ്യം വിചാരിച്ചിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് വീഡിയോ എടുക്കണം, എല്ലാവരും എന്താ പറയണ്ടേ നല്ലൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ചായിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ആ വീഡിയോ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു പകുതി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ.
അതുകൊണ്ട് തന്നെ ബാക്കി ഇങ്ങനെ എന്താ പറയണ്ടേ ബന്ധുക്കളുടെ വീട്ടിൽ പോയി ബന്ധുക്കളെയും വീട്ടുകാരെയും അങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മാത്രമല്ല ചില സമയത്ത് എടുക്കുമ്പോൾ ഫോൺ കൈമ വെക്കണമെന്ന് വെച്ച് ഫോൺ അവിടെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് വരും, അത് മറക്കുകയും ചെയ്യും, പിന്നെ ഓർമ്മയുണ്ടാവില്ല. പിന്നെ പകുതി എത്തുമ്പോഴേക്കും അയ്യോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. കഴിയുന്നില്ല, മൂക്കൊലിപ്പ് മാറിയിട്ടില്ല. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു വീട്ടിൽ പോയി, അവിടുന്ന് വേറെ ഒരു വീട്ടിൽ പോയി. ആടുന്നാന്ന് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. കാരണം ഉച്ചക്ക് കുറച്ച് മുന്നേ ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. ഉച്ച ആവാറായി, നമ്മൾ വിചാരിച്ചു പോകുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായതാണ് കേട്ടോ ചോറ്. അപ്പോഴാണ് നടന്ന് നമ്മൾ ചോറ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വേറെ 2 ബന്ധുക്കളെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു അമ്മാവൻ്റെ വീട്ടിൽ പോയി. ഈ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ അമ്മാവൻ, ഇളയമ്മ അങ്ങനെയുള്ളവരാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ നമ്മൾ ചോറെല്ലാം കഴിച്ചു കേട്ടോ. അവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയും പിന്നെന്താ പരിപ്പ് വട, സുഖിയനോ നെയ്യപ്പോ അങ്ങനെയുള്ള സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ പോയപ്പം കുറച്ച് ചോറാണ് കഴിച്ചത്. ചോറിന് എന്ത് കറി ഉണ്ടായി വെച്ചാൽ നമ്മളെ നീരുള്ളിപ്പേയും മാങ്ങാച്ചാറും തോരക്കറി, തോര വെള്ളം, പുളിവെള്ളം എന്ന് പറയും നമ്മൾ, ആ ഒരു കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ചോറ് കഴിച്ചു. ഇത് ആടെയാണ് കേട്ടോ, അവരെ വീടിൻ്റെ അടുത്തുള്ള തോടാണ്, നിറച്ചും വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ അവർ ചിക്കൻ കറി വെച്ചു വേഗം വരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തെ വീട്ടിലുണ്ടാവുമോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പറഞ്ഞു വീട്ടിലുണ്ടാവുന്നിട്ട് അവർ ചിക്കൻ കറി വെച്ചു, പിന്നെന്താ പൊറോട്ടയോ ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതാ ഈ ഒരു വഴിക്ക് എത്തുമ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, ടൗണിലെല്ലാം ലൈറ്റ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു പള്ളി പെരുന്നാളാന്ന് തോന്നുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ലൈറ്റെല്ലാം കത്തി ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിള്ളേർ 2 ഉറങ്ങി ബാക്കിൽ വണ്ടിയുടെ. ഞാനും ഭക്ഷണം കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ സുഖം ഉണ്ടായിരുന്നില്ല എന്ന്, എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തിട്ട് ഇടാൻ വിചാരിച്ചെന്ന് എൻ്റെ ഒരു അടുത്തൊരു ബന്ധു, എൻ്റെ ഒരു മുത്തപ്പൻ മരിച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്.